മാലാഖമാർക്ക് മനസ്സുണ്ട്, പക്ഷേ ഫ്രീ വില്ലില്ല, തെരഞ്ഞെടുപ്പിനുള്ള അവകാശമില്ല. അത് പരോക്ഷമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അശുദ്ധാരൂപിക്ക് സാധിക്കും എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നാം തിരിച്ചറിയണം. അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകുന്ന വിശ്വാസം യഥാർത്ഥത്തിൽ ഈ ലോകത്തെ നയിക്കുന്നത് അന്ധകാരത്തിലേക്കാണ്. വിശ്വാസം ഒരാളെ അന്ധമായി മൂടുമ്പോൾ അയാളുടെ ജീവിതത്തിനകത്ത് സത്യം തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെടും. ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു 5 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. അവ തന്നെയും ഉത്തരം പറഞ്ഞ് തീർക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട് ഈ സമയപരിധിക്കകത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരമാവധി ശ്രമിക്കാം. അതിലൊരു ചോദ്യം വന്നത് മാലാഖമാർക്ക് മനസ്സില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നിലേക്കാം. മാലാഖമാർക്ക് മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ, അല്ലെങ്കിൽ മാലാഖമാരുടെ മനസ്സിന്റെ പ്രവൃത്തി എന്താണെന്ന് പറയണമെങ്കിൽ, എങ്ങനെയാണ് അശുദ്ധാത്മാവായി ഒരു മാലാഖ തരം താഴുന്നത് എന്നതിനെക്കുറിച്ച് പറയണമെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകണം. മനസ്സ് 2 വിധത്തിലാണ്. ഒന്ന് സ്വാഭാവിക മനസ്സാണ്, ഒന്ന് വിശേഷ മനസ്സാണ്. അത് സ്വതന്ത്ര ഇച്ഛയുള്ള മനസ്സാണ്. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും മനസ്സുണ്ട്, പക്ഷേ ആ മനസ്സ് തെരഞ്ഞെടുപ്പിന് ശേഷിയുള്ളതല്ല. സ്വാഭാവികമായും ഒരു മൃഗം ശരീരത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. മനസ്സ് അവിടെ സ്വാഭാവിക പ്രകൃതിയായിട്ടാണ് പ്രവർത്തിക്കുക. ആ മനസ്സിന് തെരഞ്ഞെടുപ്പിനുള്ള ശേഷിയില്ല. ഭക്ഷണം കഴിക്കുക, ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക, പ്രതിരോധിക്കുക എന്നീ കാര്യങ്ങളിൽ അത് ക്രമീകൃതമായി പോയിക്കൊണ്ടിരിക്കുക. തീ പൊള്ളുമെന്നറിയുമ്പോൾ ഒരു മൃഗം അതിൽ നിന്ന് ഓടിയകലും. പക്ഷേ ആ തീയെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കാൻ മൃഗത്തിന് സാധ്യമല്ല. ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത വിധം സ്വാഭാവികമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ലൈംഗിക താല്പര്യം ഉണരുന്നു ശരീരത്തിന്, ശരീര താല്പര്യത്തിനനുസരിച്ച് മൃഗം ലൈംഗികതയിലേക്ക് പ്രവേശിക്കും. മനുഷ്യനാകട്ടെ ഒരു കാര്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ശേഷിയുമുണ്ട്. അതാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരു തിരിച്ചറിവിന്റെ ശേഷി, തെരഞ്ഞെടുപ്പിന്റെ ശേഷി മനുഷ്യ മനസ്സിനുണ്ട്. മാലാഖ ദൈവത്തിന്റെ ദൂതനാണ്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൂതനാണ്. സങ്കീർത്തനം 104:4 പറയും, അവിടുന്ന് കാറ്റിനെ തന്റെ ദൂതന്മാരാക്കുന്നു, അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരാക്കുന്നു. പ്രത്യേകമായി ഒരു തെരഞ്ഞെടുപ്പിനുള്ള ശേഷിയുള്ള വിശേഷ മനസ്സ് മാലാഖയ്ക്കില്ല. ഫ്രീ വിൽ കൊടുത്തിട്ടില്ല. മനസ്സുണ്ട്, ആ മനസ്സ് ഈ സ്വാഭാവിക പ്രകൃതിയിലാണ്. അതിന് മനുഷ്യനിലേതുപോലെ തെരഞ്ഞെടുപ്പിനുള്ള അവകാശം നൽകപ്പെട്ടിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി അത് വ്യക്തമാക്കാം. ഒരു ബാങ്കിൽ ഒരു മാനേജർ നിയമിതനാവുന്നു. ആ ബാങ്കിലെ മാനേജർക്ക് ലോൺ കൊടുക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. ലോൺ കൊടുക്കണമെങ്കിൽ അദ്ദേഹമാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് ആർക്ക് ലോൺ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ അവകാശമില്ല. അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും. സൗജന്യമായി ബാങ്കിലുള്ള പണം എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ മാനേജർക്ക് അധികാരമില്ല. തന്റെ വിവേചനശേഷി ഉപയോഗിച്ച് ഇയാൾ ശരിയോ ഇയാൾ തെറ്റോ എന്ന് പറയാനായിട്ട് മാനേജർക്ക് കഴിയില്ല. ബാങ്ക് പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് അത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. അതേസമയം ആ ബാങ്കിന്റെ ഉടമസ്ഥനായി വരുന്ന ഒരാൾ, അയാൾ തന്റെ പുത്രന് ഈ അധികാരം കൈമാറും. ആ പുത്രന് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട തീരുമാനിക്കാൻ അധികാരം ഉണ്ടാവും. പുത്രനും ദാസനും തമ്മിലുള്ള ഈ പറഞ്ഞ ഒരു വിവേചനം പോലെ, അകലം പോലെ, മാലാഖയ്ക്കും മനുഷ്യനും തമ്മിൽ ഒരു പ്രത്യേക അകലമുണ്ട്. മാലാഖയ്ക്ക് സ്വന്തം തീരുമാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. മനസ്സുണ്ട്, മനസ്സുള്ളത് കൊണ്ടാണല്ലോ ഒരു കാര്യം പറയുമ്പോൾ ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ഇപ്പോൾ നായ അനുസരിക്കുന്നു അല്ലെങ്കിൽ പൂച്ച അനുസരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതനുസരിക്കുന്നതിന് മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ അതിന് മനസ്സിലാകുന്നത്, അത് പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാനേ അതിന് അധികാരമുള്ളൂ. അതേസമയം മനുഷ്യന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്.
ഈ ഒരു വ്യത്യാസം മനുഷ്യാത്മാവും അശുദ്ധാത്മാവും തമ്മിൽ വന്നു ചേരും. മാലാഖയ്ക്ക് അവകാശമില്ലാതിരുന്നത് കൊണ്ട് തന്നെ തന്റെ ഇഷ്ടത്താൽ, സ്വതന്ത്രമായ ബോധ്യത്താൽ വീണുപോയ മാലാഖയ്ക്ക് മാനസാന്തരപ്പെടാൻ സാധ്യമല്ല. നമുക്ക് ഫ്രീ വിൽ ഉള്ളത് കൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ തിരികെ ചിന്തിക്കാനായിട്ട് അവസരമുണ്ട്. നന്മ തിരഞ്ഞെടുക്കാനുള്ള ശേഷി ഫ്രീ വിൽ ആയിട്ട് മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്മയിലേക്ക് തിരികെ പോകാൻ കഴിയും. എന്നാൽ ഒരു പ്രാവശ്യം ഒരു തീരുമാനം എടുത്താൽ പിശാചിന് അതിൽ നിന്ന് തിരിയാൻ സാധിക്കില്ല. ഫ്രീ വില്ലില്ല. ഈ നന്മ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, മനസ്സിന്റെ സവിശേഷ സ്വഭാവം പിശാചിനില്ല. അതുകൊണ്ടാണ് 2 പത്രോസ് 2:4 പറയുന്നത്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, അവരെ നിത്യമായി പാതാളത്തിലേക്ക് തള്ളി. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് മൗലികവും തിരിച്ചു വരാൻ കഴിയാത്തതുമായതാണ്. തിരിച്ച് ചിന്തിച്ച് പറ്റിപ്പോയി തെറ്റിതിരുത്തി വരാൻ, നന്മയിലേക്ക് തിരിയാൻ അവർക്ക് ഫ്രീ വിൽ നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവയ്ക്ക് സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല, നന്മയിലേക്ക് തിരിയാൻ കഴിയില്ല എന്നർത്ഥത്തിൽ സ്വതന്ത്ര മനസ്സുള്ളവരല്ല മാലാഖമാർ എന്ന് പറയുന്നു. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 392 മാലാഖമാരുടെ പതനം നിത്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അവർക്ക് തിരിച്ചു വരാൻ സാധ്യമല്ല. മനുഷ്യന് ഈ ഫ്രീ വിൽ നൽകിയിട്ടുള്ളത് കൊണ്ട്, തിരഞ്ഞെടുപ്പിനുള്ള ശേഷി നൽകിയിട്ടുള്ളത് കൊണ്ട് നന്മ തിരഞ്ഞെടുക്കാനായി വീണ്ടും കഴിയും. അതാണ് മനുഷ്യനും മാലാഖയും തമ്മിലുള്ള വ്യത്യാസം. CCC 393 പറയുന്നുണ്ട്, ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണ്, പക്ഷേ പിശാചിന് അല്ലെങ്കിൽ വീണുപോയ മാലാഖയ്ക്ക് പിന്നെ മനസ്തപിക്കാനായിട്ട് അവസരമില്ല, ചെയ്യാൻ സാധ്യമല്ല, ഈ ഫ്രീ വിൽ ഇല്ലാത്തതുകൊണ്ട്. അതൊരു മനസ്സിന്റെ ശേഷിയാണ്, അതില്ലാത്തതുകൊണ്ട്. അതേപോലെ തന്നെ മരണശേഷം മനുഷ്യനും മനസ്തപിക്കാൻ സാധ്യമല്ല. രണ്ടാമത് വന്നൊരു ചോദ്യം പൈശാചിക ഉപദ്രവങ്ങളെ കുറിച്ചാണ്. പിശാചിന് ഈ ഉപദ്രവശേഷി ഉണ്ടോ? പൈശാചിക തിന്മകൾ യേശുക്രിസ്തുവിനാൽ തോൽപ്പിക്കപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ മനുഷ്യൻ അവസാനം വരെ ക്രിസ്തുവിനോട് ചേർന്ന് പിശാചിന്റെ ഈ തോൽവിയെ ഉറപ്പിക്കണം. പിശാചിന് 2 വിധത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 395 പറയുന്നുണ്ട്. അതൊന്ന് പ്രത്യക്ഷമായിട്ടാണ്, അത് ആത്മാവിലുള്ള പ്രവർത്തനമായിട്ടാണ്. രണ്ടാമത്തെ പ്രവർത്തനം ശാരീരികതയിലാണ്. അത് പറയുന്നത് പരോക്ഷമായെന്നാണ്. പരോക്ഷമായി എന്ന് മലയാളത്തിൽ പറഞ്ഞതിപ്പോൾ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട്, നേരിട്ടല്ലാതെ, അതാണ് പറയാവുന്ന നല്ല മലയാളം. നേരിട്ടല്ലാതെ ചെയ്യാൻ കഴിയും. രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ നേരിട്ടല്ലാതെയുള്ള പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ട് പിശാചി രോഗമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാചി നേരിട്ട് കയറി വന്ന് നമ്മൾ ഉപദ്രവിക്കുന്നു, അങ്ങനെയല്ല. ഭയത്തിന്റെ അരൂപി പ്രവർത്തിക്കാം. സ്വാഭാവികമായി ഭയം നമുക്കുണ്ട്. ആ സ്വാഭാവിക ഭയമല്ലാതെ നമ്മെ അധികമായി ഭയപ്പെടുത്താൻ, കീഴ്പ്പെടുത്തും വിധം ഭയപ്പെടുത്താൻ, നമ്മുടെ മനസ്സിനെ കൂടുതൽ ശക്തിയായി പ്രകോപിപ്പിക്കുന്ന രീതി ഭയപ്പെടുത്താൻ, സാധാരണ ഭയമല്ലാതെ അകാരണമായ ഭയങ്ങൾ നമ്മെ ഒന്ന് മൂടാനിടയാവും. അങ്ങനെ മൂടാനിടയാകുമ്പോൾ അത് രോഗകാരണമായിട്ട് മാറും. അതിന് സൈക്കോളജി പറയുന്നത് സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് എന്നാണ്. അതായത് ഒരു ഭയം നമ്മെ ആക്രമിക്കുന്നു. ഭയം നമ്മെ മനസ്സിലാണ് ആക്രമിക്കുന്നത്. മനസ്സിലങ്ങനെ ഭയം രൂഢമൂലമാകുമ്പോൾ ആ ഭയം നമ്മുടെ ശാരീരികതയെ ബാധിക്കാനിടയുണ്ട്. രോഗങ്ങൾ 5 വിധമാണ്. ശുദ്ധീകരണ രോഗങ്ങളുണ്ട്, സ്വാഭാവിക രോഗങ്ങളുണ്ട്, ആന്തരിക സൗഖ്യത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്, പൈശാചിക രോഗബാധകളുണ്ട്, ദൈവമഹത്വം വെളിപ്പെടാനുള്ള രോഗങ്ങളുണ്ട്. രോഗങ്ങളെ ഇങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അബദ്ധത്തിൽ ചാടും. അതായത് എല്ലാ രോഗവും പ്രാർത്ഥിച്ചു മാറ്റാം എന്നൊക്കെയുള്ള ധാരണയിലേക്ക് എത്തും. ശുദ്ധീകരണ രോഗങ്ങൾ ജലദോഷം, പനി, ചുമ, ഛർദി, വയറിളക്കം, 5 രോഗങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നിന്ന് 5 അഴുക്കുകൾ പുറത്തു പോകാനുണ്ട്. കഫം, മലം, മൂത്രം, വിയർപ്പ്, സ്രവങ്ങൾ. ഇതിലെന്തെങ്കിലും ബ്ലോക്കായാൽ സ്വാഭാവികമായിട്ട് രോഗങ്ങൾ ഉണ്ടാകും. അതാണ് ശുദ്ധീകരണ രോഗം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പനി വരും. പനി വരുന്നത് ശരീരത്തിന് നല്ലതാണ്. എല്ലാ പനിയും അതേപോലെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം പനി പലവിധമുണ്ട്. ഇപ്പം നിപ്പ പോലുള്ള രോഗങ്ങൾ വരുമ്പോഴും പനിയാണ് വരുന്നത്. കൊറോണ വന്നപ്പോഴും പനിയാണ് വന്നത്. അപ്പം അതുകൊണ്ട് പനി എന്താണെന്ന് പരിശോധിക്കണം. 3 ദിവസത്തിലധികം പനി വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ്. 3 ദിവസം നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയമാണ്. അങ്ങനെ സാധാരണ രീതിയിൽ പനി വരുമ്പോൾ എടുക്കേണ്ട ഒരു പ്രിക്കോഷൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്.
ചൂട് നാരങ്ങ വെള്ളം കുടിക്കുക. രണ്ടാമത്തെ ദിവസം പുളിപ്പുള്ള പഴങ്ങൾ കഴിക്കാം. വൈറ്റമിൻ സി കണ്ടന്റുള്ള ഫലങ്ങൾ, പ്രത്യേകിച്ച് ഓറഞ്ച് പോലുള്ള, മുസമ്പി പോലുള്ള ഫലങ്ങൾ കഴിക്കാം. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും മിക്കവാറും ലൂസ് മോഷനൊക്കെ ആയിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ പനിയാണെങ്കിൽ ആ പനി അപ്പോൾ വിട്ടുമാറും. അതേസമയം പനി നീണ്ടുപോയാൽ പനിയെ സൂക്ഷിക്കണം. ശുദ്ധീകരണ രോഗമായിട്ട് വരാവുന്ന പനിയെ പാരസെറ്റമോൾ കൊടുത്ത് ഒതുക്കരുത്. ആദ്യം തന്നെ പാരസെറ്റമോൾ വിഴുങ്ങരുത്. അത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കും. പനി വരുമ്പോൾ ശരീരത്തിലെ താപനില ഉയരും. ശരീരത്തിൽ കടന്നുകൂടിയിട്ടുള്ള രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടിയാണ് ശരീരം ഇങ്ങനെ ചൂടാകുന്നത്. അത് മനസ്സിലാക്കാതെ പോയാൽ അപകടം പറ്റും. പനി വരുമ്പോൾ സാധാരണ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെറ്റിയിൽ നനഞ്ഞ തുണി ഇടണം. പണ്ടൊക്കെ കാർന്നോന്മാർ ചെയ്തിരുന്ന പോലെ കണ്ണിൽ പിഴിയണം. ഞാനിത് അതിന് ഭംഗിന്തരേണ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ വയറിളക്കം ഉണ്ടാവും. വയറിനകത്ത് എന്തെങ്കിലും മോശമായ വസ്തു എന്നാൽ ഇളകിപ്പോകാൻ ശ്രമിക്കും. ആ സമയത്ത് വേറെ ഭക്ഷണം കഴിക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക, കരിക്കും വെള്ളവും കുടിക്കുക. അങ്ങനെ ഇളകിപ്പോകാനുള്ളത് സമ്മതിച്ചു കൊടുക്കാനും പറ്റണം. ക്രമാതീതമാകുമ്പോഴാണ് ചികിത്സയിലേക്ക് പോകുന്നത്. വൊമിറ്റിംഗ്, അത് ആമാശയം വരെ എന്തെങ്കിലും വിഷാംശം ഉള്ളത് എത്തിയിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇനി അതുകൂടാതെ നമുക്ക് വിയർപ്പ് തടയപ്പെടുമ്പോഴും യൂറിൻ കംപ്ലൈൻ്റ് ആകുമ്പോഴും ഒക്കെ നമുക്ക് രോഗബാധകൾ ഉണ്ടാവും. അതുകൊണ്ട് 5 തരത്തിലുള്ള രോഗങ്ങളിൽ ശുദ്ധീകരണ രോഗങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ അഴുക്കുകൾ പോകാൻ വേണ്ടിയുള്ള രോഗങ്ങളാണ്. രണ്ടാമത്തേത് സ്വാഭാവിക രോഗങ്ങളാണ്. അത് നമ്മൾ മരുന്നെടുത്തേ മതിയാവും. ഇപ്പോൾ സാധാരണ വരുന്ന പ്രമേഹം അടക്കമുള്ള രോഗങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന രോഗാവസ്ഥകൾക്ക് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കണം, മരുന്നുകൾ എടുക്കേണ്ടി വരും. മൂന്നാമത്തത് ആന്തരിക സൗഖ്യത്തിന്റെ രോഗങ്ങളാണ്. ആന്തരിക സൗഖ്യത്തിന്റെ രോഗങ്ങൾ എന്ന് വെച്ചാൽ കടുത്ത വിദ്വേഷം മനസ്സിലുണ്ടാകുമ്പോഴും മനസ്സ് മുറിപ്പെടുമ്പോഴും ഒക്കെ രോഗാവസ്ഥകളിലേക്ക് പോകാം. ദുഃഖം അധികരിക്കുമ്പോൾ ചില രോഗങ്ങളായിട്ടത് പ്രതിഫലിക്കാം. മനസ്സിന്റെ ലൗഡ് സ്പീക്കറാണ് ശരീരം എന്ന് പറയും. അത് മനസ്സിലുണ്ടാകുന്ന ചലനങ്ങൾ ശരീരത്തെ ബാധിക്കാം. കടുത്ത മനപ്രയാസം ഉണ്ടാകുമ്പോൾ പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, അതേപോലെ തന്നെ ശ്വാസ സംബന്ധമായ തടസ്സങ്ങൾ നേരിടുക, കടുത്ത വിദ്വേഷമുള്ളവർക്ക്, മനസ്സിലിങ്ങനെ അടക്കി പിടിക്കുന്നവർക്ക് നടുവേദന അനുഭവപ്പെടുക എന്നൊക്കെ ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാറുണ്ട്. ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗങ്ങൾ മാറിപ്പോവാം. അടുത്തത് പൈശാചിക രോഗബാധകളാണ്. പൈശാചിക രോഗബാധ വെച്ചാൽ പിശാചി നേരിട്ട് കയറി പിടിച്ച് രോഗം ഉണ്ടാക്കാൻ, രോഗാണുവിനെ അയക്കുകയൊന്നുമല്ല. അവിടെയാണ് ഈ പറഞ്ഞ ഭയത്തിന്റെ അരൂപി എങ്ങനെയാണ് ഒരു രോഗത്തിന് കാരണമാകുന്നതെന്ന് പറയാം. ഭയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? സൈക്കോസോമാറ്റിക് ഡിസോർഡർ ആണ് ഈ ഭയത്തിലൂടെ സംഭവിക്കുന്നത്. പെട്ടെന്ന് ഒരു ഭയം നമുക്കുണ്ടാകുമ്പോൾ, ഒരു ഉൾഭയം ഉണ്ടാകുമ്പോൾ അത് രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കാം. അങ്ങനെ ബാധിച്ചാൽ സാധാരണയായി ബ്ലഡ് പ്രഷർ കൂടാം, രക്തസമ്മർദ്ദം കൂടാം, അതുപോലെ നെഞ്ചിടിപ്പ് കൂടാം, പാൽപിറ്റേഷൻ ഉണ്ടാകാം, കാർഡിക് ആൻജിന എന്ന് പറയുന്ന നെഞ്ചുവേദനയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാം, ഹൃദയാഘാതവും ഉണ്ടാകാം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഉണ്ടാകുന്നത് രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കും വിധം ഭയം ഉണ്ടാകുമ്പോഴാണ്, കടുത്ത ഭയം ഉണ്ടാകുമ്പോൾ. ഭയം എപ്പോഴും വിശ്വാസത്തിനെതിരായൊരു കാര്യമാണെന്ന് ഓർക്കണം. നമ്മൾ ഭയപ്പെടുന്നത് വിശ്വാസമില്ലാത്തവരായി പോകുന്നത് കൊണ്ടാണ്. അകാരണ ഭയങ്ങൾ, എന്ത് സംഭവിക്കുമെന്ന ഭയം, അങ്ങനെ ഒരു ഭയം നമുക്കുണ്ടാകുന്നത്, ആ ഭയം ജനിപ്പിക്കുന്നത് ഒരു അശുദ്ധാത്മ പ്രവൃത്തിയാണ്. സ്വാഭാവിക ഭയങ്ങളുണ്ട്. ആ സ്വാഭാവിക ഭയങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പണ്ടൊരിക്കൽ നമ്മളെ കാണാൻ വന്നൊരു സഹോദരി കടുത്ത രക്തസമ്മർദ്ദം. ആ രക്തസമ്മർദ്ദത്തിന് കാരണമായത് അവരുടെ ഭർത്താവ് കടലിൽ ജോലിക്ക് പോകുന്ന ആളാണ്. ജോലിക്ക് പോയ സമയത്ത് കടലിൽ കാറ്റും തിരമാലകളുണ്ടായി. അങ്ങനെ വള്ളങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത ഒരു സഹോദരി കേട്ടു. സ്വാഭാവികമായും അവരുടെ ഭർത്താവ് കടലിൽ ജോലിക്ക് പോയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഭയം ഉണ്ടാകാം, സ്വാഭാവിക ഭയം. ആ ഭയം ഉണ്ടാകുന്ന സമയത്ത് കർത്താവിൽ വിശ്വസിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധം ഭയം അവരെ മൂടി. വിശ്വാസത്തിന്റെ അഭാവത്തിൽ ഭയം അവരെ മൂടി. അവരുടെ പ്രഷർ വളരെയധികം വർദ്ധിച്ചു. ഭർത്താവ് തിരിച്ചു വന്നു, പക്ഷെ പ്രഷർ മാറിയില്ല. പിന്നെ അവർ നിരന്തരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങളോളം അവർ മരുന്ന് കഴിച്ചു. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളെ കാണാൻ വന്നു. രക്തസമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ മരുന്നാണ് കഴിക്കുന്നത് ചോദിച്ചു. ഇതെങ്ങനെയാണ് ഉണ്ടായത്, എപ്പോഴാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഭർത്താവ് കടലിൽ ജോലിക്ക് പോയ സമയത്ത് കടൽക്ഷോഭം ഉണ്ടായി, കടലിൽ അനേകർ അപകടത്തിൽപ്പെട്ടു. ആ സമയത്താണ് ഈ പറഞ്ഞ അസ്വസ്ഥത ഉണ്ടായത്. സ്വാഭാവികമായും ഭർത്താവ് കടലിൽ പോയാൽ
കടൽക്ഷോഭം ഉണ്ടായെന്ന് കേട്ടാൽ ഏത് ഭാര്യയ്ക്കും പ്രശ്നമുണ്ടാവും. പക്ഷേ അവരെ ഈ ഭയം വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് സച്ചിന്തകളൊന്നും പിന്നെ ഉണ്ടായില്ല. ഭർത്താവ് മരിച്ച് ഇപ്പോൾ വരും, ശവശരീരമായിരിക്കും ഇനി വരിക എന്ന തരത്തിൽ അവരെ ഭയം മൂടി. കാരണം അവർക്ക് ആ സമയത്ത് എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അദ്ദേഹത്തോടു കൂടെയും കർത്താവുണ്ട്, അദ്ദേഹം രക്ഷപ്പെടും എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിശ്വാസം നഷ്ടപ്പെട്ട സമയത്ത് ഈ പറഞ്ഞ ഭയത്തിന്റെ രൂപി അവരെ ശക്തമായി പീഡിപ്പിച്ചു. അതുമൂലം ഉണ്ടായ പ്രഷറാണ്. അത് തിരിച്ചറിഞ്ഞ് ആ ഭയത്തെ അവരിൽ നീക്കി അന്ന് ഭയപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് പോയി പ്രാർത്ഥിക്കാനിടയായപ്പോൾ അവരുടെ പ്രഷർ നില താഴ്ന്നു. പിന്നീട് അവർക്ക് മരുന്ന് കഴിക്കാതെ തന്നെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇത് ഞാൻ പറഞ്ഞത് ഒരു അത്ഭുതം പറയാൻ വേണ്ടിയല്ല, ഇത് സ്വാഭാവികമായുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭയം എന്ന് പറയുന്നത് നമ്മെ മൂടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ രക്തചംക്രമണത്തെ അത് ബാധിക്കാൻ ഇടയാകും വിധം രൂക്ഷമായി നമ്മൾ ഭയപ്പെട്ടാൽ നമുക്ക് ശരീരത്തിലാണ് ഈ രോഗാവസ്ഥ അടയാളപ്പെടുത്തപ്പെടുക. അപ്പൊ അതുകൊണ്ട് പിശാച് നേരിട്ട് വന്നവർക്ക് നെഞ്ചുവേദന ഉണ്ടാക്കിയതാണോ അവരെ പ്രഷർ കൂട്ടിയതാണോ എന്നല്ല. പിശാച് ഈ ഭയം അവരെ കീഴ്പ്പെടുത്തി ആ ഭയത്തിൽ അവർ പെട്ടുപോയപ്പോൾ അവരുടെ ശരീരത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടു. അതൊരു രോഗകാരണമായിട്ട് മാറി. ഇനി ഉത്കണ്ഠകളും ഭയങ്ങളും ഭയങ്കരമായി ശക്തമായി ഒരാളെ സ്വാധീനിക്കുമ്പോൾ ദഹന വ്യവസ്ഥയെ ബാധിക്കാം. അങ്ങനെ ദഹന വ്യവസ്ഥയെ ബാധിക്കും വിധം മനസ്സിനാണ് ഭയം ഉണ്ടാകുന്നത്. മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനപ്രയാസമുള്ളപ്പോൾ മലബന്ധം ഉണ്ടാവും. മനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ഭയം ദഹന വ്യവസ്ഥയെ ബാധിക്കും വിധമാകുമ്പോഴത്തേക്കും ഉദരാശയ സംബന്ധമായ ചില രോഗങ്ങൾ വരും. 4 പ്രധാന കാര്യങ്ങൾ അക്കാര്യത്തിലുണ്ടാകും. 1 വയറുവേദന, ഛർദി എന്നിവ ഉണ്ടാകാം. ചിലർക്ക് ഇങ്ങനെ ഭയം വരുമ്പോൾ ഛർദി വരും. അത് വായു കോപിക്കുന്നതുകൊണ്ടാണ്. വായു കോപിക്കുന്ന മനക്ഷോഭം ഉള്ളതുകൊണ്ടാണ്. മനക്ഷോഭം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മനക്ഷോഭം ഒരു തിന്മയാണ്. അതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ ഭയം ഒരാളെ ഉപദ്രവിക്കുമ്പോഴാണ്. അങ്ങനെ വന്നാൽ അയാൾക്ക് വയറുവേദനയോ ഛർദി ഉണ്ടാകാം. അതിസാരം അല്ലെങ്കിൽ മലബന്ധം. ഒന്നുകിൽ ചിലർക്ക് ഭയപ്പെട്ട് കഴിയുമ്പോൾ തന്നെ വയറ്റിളക്കം പിടിക്കും. ചിലർക്ക് മലബന്ധം വരും, പിന്നെ വയറ്റിൽ നിന്ന് പോകാതെയാവും. ചിലർക്ക് അൾസർ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു, അതുകൊണ്ട് മനക്ഷോഭം ഉണ്ടാകുന്നു. നമ്മുടെ വയറിനകത്ത് അസിഡിറ്റി രൂപപ്പെടുന്നു. അത് ക്രമേണ അൾസറിലേക്ക് പോകാം. വയറുവീക്കം, വായുവിന്റെ കോപം ഒക്കെ ഉണ്ടാകാം. അപ്പോൾ വയറുവീക്കം ഉണ്ടാകാം, വായുകോപം ഉണ്ടാകാം, നിർത്താത്ത അസിഡിറ്റി ഒക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലൊരു ആത്മാവിന്റെ പ്രവർത്തനമാകാം. ഭയം എന്ന ദുരാത്മാവ്. സ്വാഭാവിക ഭയമല്ല, ഇത് ദുരാത്മ പ്രവൃത്തിയാണ്. ഈ ഭയത്തെ വിവേചിക്കാൻ കഴിയില്ല. എന്നിട്ട് ഈ രോഗം വരുമ്പോൾ വീണ്ടും അവർ ഭയത്തിൽ കുടുങ്ങും. മരിച്ചു പോകുമോ എന്ന ഭയം അവർക്കുണ്ടാകും. അങ്ങനെ ഭയത്തിൽ കുടുങ്ങുന്ന രീതിയിൽ രോഗാവസ്ഥ ഉണ്ടാകാം. ഇത് ഉദരാശയ സംബന്ധമായി ഭയം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ്. ഇത് ശാസ്ത്രീയമായി പറയുന്ന കാര്യങ്ങളാണ്. ഭയം രോഗം ഉണ്ടാക്കുന്നതാണ്. ഇത് അശുദ്ധാരൂപിയാണ് ഈ ഭയം എന്ന് ശാസ്ത്രം പറയുന്നില്ല. ഭയമാണ്. ഈ ഭയം അകാരണ ഭയമാണ്, സ്വാഭാവിക ഭയമല്ല. അങ്ങനെ ഭയം ആധിക്യപ്പെടുമ്പോൾ ശ്വസന വ്യവസ്ഥ അത് ബാധിക്കാം. ഇപ്പോൾ ശ്വാസം എടുക്കുന്നത് ദീർഘമാകുക, ശ്വാസം കിട്ടാത്ത പോലെ അനുഭവപ്പെടുക, ചെസ്റ്റ് കഞ്ചക്ഷൻ അനുഭവപ്പെടുക, ആസ്മ ഉള്ളവരാണെങ്കിൽ ആസ്മ കൂടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. ഇനി രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കും. ഭയം ഒരു വാതിലാണ്. ഇപ്പോൾ ഒരാൾ തുമ്മുമ്പോൾ എനിക്കും വരുമോ ജലദോഷം എന്ന് വിചാരിച്ചാൽ അടുത്ത നിമിഷം ഇയാൾ തുമ്മാൻ തുടങ്ങും. കാരണം നമ്മുടെ ഒരു പ്രതിരോധം മനസ്സിലാണ്. മനസ്സിന്റെ പ്രതിരോധം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഭയം വന്നു കഴിയുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയാം. തുടർച്ചയായി പനി വരിക, ക്ഷീണം വരിക എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അണുബാധകൾ ഉണ്ടാകാം, അതേപോലെ ആരോഗ്യം ക്ഷയിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അത് രോഗപ്രതിരോധ ശേഷിയെ തന്നെ തകർക്കും. കാരണം ഒരു പ്രതിരോധം മനസ്സിന്റെയാണ്. മനസ്സിന്റെ പ്രതിരോധം തകർക്കുന്ന ഒരു ഭയം, സ്വാഭാവിക ഭയമല്ലാതെ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ അത് രോഗകാരണമായിട്ട് അനുഭവപ്പെടും. അങ്ങനെ നെഞ്ചുവേദന വന്ന ഒരാളെ എനിക്കറിയാം. അദ്ദേഹം ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഒരാൾ മരിച്ച ഒരു വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം നെഞ്ചുവേദന വന്നാണ് മരിച്ചത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തൊട്ട് ഈ സഹോദരന് നെഞ്ചുവേദനയായി. അപ്പോൾ ആ വീട്ടുകാരൊക്കെ വിചാരിക്കുന്നത് ആത്മാവിന്റെ പ്രവർത്തനമാണെന്നാണ്. ഒരു ഭയം അദ്ദേഹത്തെ പിടികൂടിയതാണ്. അദ്ദേഹത്തിന്റെ സമപ്രായമാണ്.
അപ്പോൾ നിനക്കും ഇത് വരാം എന്നൊരു ഭയം പെട്ടെന്ന് വന്നു. ആ ഭയം അയാളെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്ക് നെഞ്ചുവേദന അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങൾ വിശദമാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചുവേദന മാറുകയും ചെയ്തു. അത് കാര്യം സംസാരിച്ചാൽ മതി, വെളിവുണ്ടായാൽ മതി, സത്യബോധം ഉണ്ടായാൽ മതി. ഭയം മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ടതുകൊണ്ട് സത്യബോധമാണ്. യാഥാർത്ഥ്യത്തിലേക്ക് വരാനായിട്ട് മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ്. ഭയത്തിന്റെ അരൂപിയെ നമുക്ക് നിഷ്കാസനം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി ചർമ്മപ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഉറക്കമില്ലായ്മ ഉണ്ടാക്കാം, ശരീരത്തിന് ബലക്ഷയം അനുഭവപ്പെടാം, ലൈംഗികതയിൽ ശേഷിയില്ലായ്മ ഉണ്ടാക്കാം. ഇങ്ങനെ നിരവധിയായ മേഖലയിൽ നമ്മെ പിടിച്ചു കുലുക്കാൻ കഴിവുള്ള ഒരു പ്രവർത്തനമാണ് ഭയത്തിൻ്റെത്. ഭയം ഒരു അശുദ്ധാത്മാവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശാരീരികതയിൽ പരോക്ഷമായി ഇടപെടുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയും ഇടപെടാം. അതുകൊണ്ട് വരുന്ന ഈ രോഗങ്ങളൊക്കെ പൈശാചിക ബാധയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതാണ് ഈ പൈശാചിക ബാധകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ഉപദ്രവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാണുന്നതെല്ലാം പിശാചാണ് എന്ന് ധരിക്കരുത്. ഇതെല്ലാം സ്വാഭാവികമായി വരാവുന്ന രോഗങ്ങൾ തന്നെയാണ്. മനസ്സിന്റെ ശക്തി കുറയും വിധം ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തിയാലും ഇവ വരാമെന്നേ ഇതിനർത്ഥമുള്ളൂ. ആ നിലയ്ക്ക് തന്നെ അത് എടുക്കണം. ഇതിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വരുന്ന രോഗങ്ങളൊക്കെ പിശാചിന്റെ ഉപദ്രവമാണെന്ന് നമ്മൾ പറഞ്ഞെന്ന് പറയരുത്. ഇങ്ങനെയും വരാം. ഇനി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഭയം എങ്ങനെയാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ഭയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഫൈറ്റ് ടു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ മോഡിലേക്ക് മാറും. ഒന്നുകിൽ എതിർക്കുക, അല്ലെങ്കിൽ ഒഴിയും, ഭയന്ന് മാറുക. സ്തംഭനാവസ്ഥയും ഉണ്ടാകാം. ഒന്നുകിൽ ഈ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രേരണ, അതല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള പ്രേരണ, ഇതല്ലെങ്കിൽ സ്തംഭനാവസ്ഥ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കോർട്ടിസോൾ, അഡ്രിനാൽ എൻസൈമുകളുടെ പ്രവർത്തനം വർദ്ധിക്കും. ഹോർമോണുകളുടെ പ്രവർത്തനം അസന്തുലിതമാകും. അപ്പോഴാണ് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ വർദ്ധിക്കുന്നത്. രക്തം പ്രധാന പേശികളിലേക്ക് കടത്തിവിടപ്പെടും. ദഹന വ്യവസ്ഥ താറുമാറാകും. രോഗപ്രതിരോധ ശേഷി ദുർബലമാകും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭയം ഒരാളെ മൂടിക്കഴിയുമ്പോൾ അയാളുടെ മനസ്സ് സ്റ്റക്കാവും, സ്തംഭനാവസ്ഥയിലാവും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനിടയാവും. അപ്രകാരം ഭയം എന്ന അരൂപിക്കും പ്രവർത്തിക്കാൻ കഴിയും. അതാണ് ശാരീരികതയിൽ പരോക്ഷമായി ശാരീരികതയെയും ബാധിക്കാം എന്ന് കാറ്റഗിസം പഠിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം. ആ കാരണത്തെക്കൂടി തിരിച്ചറിഞ്ഞത് വായിക്കുമ്പോഴാണ് വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകുക. അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാൻ ശേഷിയുള്ള ഒരാളാണ് പിശാച് എന്ന് കണ്ട് പിശാചിനെ ഭയപ്പെട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. പൈശാചിക ശക്തിയെ നിഷ്ക്രിയമാക്കാൻ, നിർവീര്യമാക്കാൻ, തോൽപ്പിക്കാൻ ക്രിസ്തുവിൽ നമുക്ക് സാധിക്കും. യേശു ക്രിസ്തുവിൽ നമുക്കത് സാധിക്കുമെന്ന ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ ഈ ഭയം നമ്മെ ബാധിക്കില്ല. കാറ്റലറിയാലും കടലിളകിയാലും നമുക്കൊന്നും സംഭവിക്കില്ല. കാരണം നാം കർത്താവിന്റെ കരങ്ങളിലാണെന്ന ബോധ്യം ഉണ്ടാവും. ഇപ്പം നാം കർത്താവിലാണെന്ന ബോധ്യം നഷ്ടപ്പെടുകയും മാമോദീസ വഴി ആത്മാവിന്റെ മുദ്ര നമ്മിലുണ്ടെന്നും ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നും ഒരു തിന്മയ്ക്കും നിത്യമായി നിലനിൽക്കാൻ കഴിയില്ലെന്നും സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നും ദൈവം നമുക്ക് ദോഷകരമായി ഒന്നും ചെയ്യുകയില്ലെന്നും ഹൃദയത്തിൽ ഉറയ്ക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഭയങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുക. അപ്പോൾ ഭയത്തിൽ നിന്ന് മോചനം ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രവർത്തനത്തെ പൈശാചികതയുടെ ഒരു ഭയങ്കര ശക്തിയായിട്ട് നമ്മൾ കാണരുത്. ഇത് നമ്മൾ ദുർബലരായി പോകുമ്പോൾ ഭയം നമ്മെ മൂടുന്നതുകൊണ്ടാണ്. നമ്മുടെ വിദ്വേഷം വർദ്ധിക്കുന്നു. നമുക്കൊരാളുടെ ദേഷ്യമുണ്ട്, സ്വാഭാവികം. അതൊരു വിദ്വേഷമായി മാറുന്നു. വിദ്വേഷമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനവും ശരീരവുമായിട്ട് ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. നമ്മൾ ഒരാളോട് നമുക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ, ഭയങ്കരമായ ദേഷ്യം ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഈ വിഷാംശങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് കോപിച്ചാൽ നമുക്ക് തന്നെയാണ് കേട്, നമ്മുടെ ശരീരത്തിന് തന്നെയാണ് കേട്. പക്ഷെ കോപാസക്തി, കോപിക്കാൻ പ്രേരിപ്പിക്കുന്ന അശുദ്ധാത്മ പ്രേരണകൾ, അവയ്ക്ക് നമ്മൾ വിധേയപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ കോപിക്കും. നമ്മുടെ ശരീരത്തെ അത് രോഗഗ്രസ്തമാക്കാം, നമ്മെ ഉപദ്രവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ, കോപിക്കുമ്പോൾ മുഖമൊക്കെ കറുത്തു വരും, ചെകുത്താൻ കൂടിയെന്ന് നമ്മൾ പറയുക. അഡ്രിനാൽ ഗ്രന്ഥി പ്രവർത്തിക്കുകയും അഡ്രിനാലിൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വിറയലുണ്ടാകുന്നതും മുഖത്തൊക്കെ കരിനിറച്ച നിറമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, വിദ്വേഷത്തിന്റെ വേരുകൾ വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. അല്ലാതെ പിശാച് സർവത്ര സ്വതന്ത്രനായി നമ്മെ നിരന്തരം വേട്ടയാടുന്നവനായി വരുമെന്നല്ല. ഒരു ഫൈറ്റ് എപ്പോഴും ഉണ്ട്. ആ ഫൈറ്റ് ആരായിട്ടാണ്? തിന്മയായിട്ടാണ്. ആ തിന്മയെ തോൽപ്പിക്കുക എന്നുള്ളത്
നമ്മുടെ ദൗത്യമാണ്. അതുകൊണ്ട് എഫേസ്യർ ലേഖനം 6:10 മുതൽ 17 വരെ വചനങ്ങൾ പറയുന്നത് രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാവുന്ന വാളെടുക്കുകയും വിശ്വാസത്തിന്റെ പരിചയം എടുക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരമായി അവനെ നേരിടണം. അപ്പോൾ രോഗങ്ങളെല്ലാം പിശാച് വരുത്തുന്നതാണെന്ന് ധരിക്കരുത്. പൈശാചികതയുടെ രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ ഒരു പക്ഷേ ചികിത്സിച്ചാൽ ഭേദമാവില്ല. കാരണം ഈ പറഞ്ഞ പ്രശ്നം അവശേഷിക്കുന്നു, ഭയം അവശേഷിക്കുന്നു. ഭയപ്പെടുമ്പോൾ ലിവറിന്റെ ഫംഗ്ഷനൊക്കെ ആകെ മാറും. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നതെന്ന് അറിയണം. നമ്മൾ ഭയത്തിന് വിധേയരാകാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിൽ ഉറയ്ക്കണം. ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ചോദ്യമായിട്ട് വന്നതാണ്. ദൈവത്തെ പരീക്ഷിക്കുക എന്നത് അനന്ത നന്മയായ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിതാവായ ദൈവം നമ്മെ കാത്തുകൊള്ളുമെന്നും യേശുക്രിസ്തുവിൽ അവിടെ നമ്മെ നിരന്തരം സംരക്ഷിക്കുമെന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നും വിശ്വസിക്കാതെ ജീവിത പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ സംശയിക്കുകയാണ്. ദൈവം കൈവിടുമോ എന്ന് സംശയിക്കുക. അല്ലെങ്കിൽ ഇത്ര നാൾ നവനാൾ കൂടിയാൽ 9 ആഴ്ച കൂടുമ്പോൾ കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അളന്നു വെക്കുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ. ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ സർവാത്മന സ്വീകരിക്കണം. നമുക്ക് നന്മയെന്നോ തിന്മയെന്നോ തോന്നുന്ന കാര്യമായിരിക്കാം. പക്ഷെ എൻ്റെ ദൈവം ദോഷകരമായി ഒന്നും ചെയ്യുകയില്ല. എനിക്ക് അനുകൂലമായിട്ടായിരിക്കും അവിടെ നിന്ന് ചെയ്യുക. എൻ്റെ ആത്മനഷ്ടത്തിന്, എൻ്റെ ജീവിത നഷ്ടത്തിന് കാരണമാകുന്നതൊന്നും അവിടെ നിന്ന് ചെയ്യുകയില്ല എന്ന പ്രത്യാശയിൽ ഉറയ്ക്കാൻ നമുക്ക് കഴിയണം. അതാണ് വിശ്വാസം. അതുകൊണ്ട് മരണഭയം ഉണ്ടാകുന്നു, ലോകഭയം ഉണ്ടാകുന്നു, രോഗങ്ങൾ ഭയക്കുന്നു, നിരാശപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരായ പ്രവൃത്തിയാണ്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച കാര്യം നടക്കുമെന്ന് പറയുന്നത് പോലും ദൈവത്തെ പരീക്ഷിക്കലാണ്. പിന്നെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടിരിക്കൽ ഒരു പുസ്തകം എനിക്ക് കിട്ടി. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന സമയം, മാനസാന്തരപ്പെട്ട് വിശ്വാസിയായ സമയത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അന്ന് ഈ കടബാധ്യതകൾ മാറാൻ വേണ്ടി ഒരു പ്രാർത്ഥന 33 പ്രാവശ്യം മുട്ടുകുത്തി എഴുന്നേറ്റ് കരം വിരിച്ച് പ്രാർത്ഥിക്കണം. ഈ എഴുന്നേൽക്കുക മുട്ടുകുത്തുകയും ചെയ്യുന്ന സമയത്ത് കരം വിരിച്ച് തന്നെ പിടിക്കണം. 33 പ്രാവശ്യം പ്രാർത്ഥിക്കണം. കടം മാറാൻ വേണ്ടി ഞാൻ 4 നേരമാണ് അത് ചെയ്തിരുന്നത്. ശരീരത്തിന് നല്ലൊരു എക്സസൈസ് ആയിരുന്നു. പക്ഷെ അന്ന് കിഡ്നിയുടെ അസുഖം ഉള്ള ഒരാളാണ് ഞാൻ. ഞാനാണ് ഈ കടും പാതകം ചെയ്തത്. അനങ്ങാൻ മേലാത്ത ഞാനാണ്. വാസ്തവത്തിൽ നമ്മൾ ആ പ്രാർത്ഥന, ദൈവം എന്നെ വിശ്വാസത്തിലേക്ക് കൂടുതൽ നയിച്ചില്ലായിരുന്നെങ്കിൽ ആ പ്രാർത്ഥന മതി എൻ്റെ വിശ്വാസം തകരാൻ. ദൈവത്തെ പരീക്ഷിക്കരുത്. ടോസിട്ട് നോക്കി ദൈവം പറയുന്ന കാര്യങ്ങൾ നിശ്ചയിക്കരുത്. അതുകൊണ്ട് ആരെയും സമീപിച്ച് ഭാവിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിക്കൂടാ. ഇപ്പോൾ ബ്രദർമാരെയും അച്ഛന്മാരെയൊക്കെ കണ്ടിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാകും, എന്നെക്കുറിച്ച് എന്താ കർത്താവ് പറയണമെന്ന് ചോദിക്കൂലേ? അതിനർത്ഥം ഭാവിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ഇതൊരു അശുദ്ധാത്മ പ്രേരണയാണ് നമ്മുടെ അകത്തുള്ള. ദൈവത്തിലുള്ള ഗാഢമായ വിശ്വാസം ഉറപ്പിക്കാൻ കഴിയാത്ത വിധം ദൈവത്തെ സന്ദേഹത്തോടെ കാണുന്നു, ഭാവിയെ സന്ദേഹത്തോടെ കാണുന്നു. അതിനർത്ഥം ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവം കൂടെയുണ്ട്, അതുകൊണ്ട് ഒരു അപകടവും വരില്ലെന്ന് കരുതി 120 കിലോമീറ്റർ സ്പീഡിൽ എറണാകുളത്തൂടെ വണ്ടി ഓടിച്ചെങ്ങനെ ഇരിക്കും? ദൈവത്തെ നമ്മൾ അങ്ങനെ, ദൈവത്തിൻ്റെ അതിശയകരമായ ശക്തിയെ നമ്മൾ പരീക്ഷിക്കുന്നവരായിട്ട് മാറരുത്. അത് ദൈവവിശ്വാസത്തിനെതിരായ ഒരു തിന്മയാണ്. അടുത്തത് വിശ്വാസികളെ ബാധിക്കുന്ന അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോയും ഒരു വോയിസ് നോട്ടും ഇട്ടു തന്നു. ആ വീഡിയോയിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ അറിയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹം കറിസ്മാറ്റിക് ശുശ്രൂഷയിൽ കേരളത്തിൽ ആദ്യം മുതലുള്ള ഒരാളാണ്. അദ്ദേഹം നിപ്പയ്ക്കെതിരെ പ്രാർത്ഥിക്കണമെന്ന് പറയാം. അപ്പൊ പണ്ട് സംഭവിച്ചൊരു കാര്യം അദ്ദേഹം പറയും. നിപ്പ വന്ന സമയത്ത് ഒരു ദേവാലയത്തിൽ അദ്ദേഹം 8 പേർക്ക് മാത്രമായിട്ട് കുർബാന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞത്രേ, നിപ്പ വൈറസിനെ ഈ ബലിയിലേക്ക് ആവഹിക്കാൻ. അങ്ങനെ അദ്ദേഹം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് നിപ്പ മാറിയത്. ശാസ്ത്രം വിചാരിച്ച മാറില്ലെന്ന് അദ്ദേഹം പറയാം. ഇത് വിശ്വാസി ചെന്നുപെടാവുന്ന ഒരു അബദ്ധം. അദ്ദേഹം നല്ല പുരോഹിതനാണ്, വിശ്വാസിയാണ്. അദ്ദേഹത്തിലൂടെ അനേകരെ ദൈവം സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ലോകാതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കാൻ അദ്ദേഹത്തെ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഘോഷണത്തെയോ അദ്ദേഹത്തിന്റെ ജീവിതത്തെയോ ചോദ്യം ചെയ്യുന്നില്ല ഞാൻ. പക്ഷെ ഈ പറഞ്ഞ ക്ലിപ്പിൽ അദ്ദേഹത്തിന്റെ വീഡിയോയാണ്. ആ വീഡിയോ തികച്ചും അബദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രോഗാണുക്കളെ നിയന്ത്രിക്കാനായിട്ട് അവയെ പിടിച്ച് കുർബാനയിൽ അർപ്പിച്ചാൽ മാറുമെന്ന് പറയുന്നതും, കൊറോണ വന്നപ്പോൾ കൊറോണയ്ക്കെതിരെ പ്രാർത്ഥന നടക്കുന്നതും ഒക്കെ മൗഢ്യമാണ്. ദൈവം നമുക്ക് ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് പകരം വിശപ്പ് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തിനകത്ത് ദൈവം നമുക്ക് തന്നിട്ടുള്ള വഴികളെ നമ്മൾ ഉപയോഗിക്കണം. അതിന് മരുന്ന് കഴിക്കുന്നിടത്ത് മരുന്ന് കഴിക്കണം. ഇതിനെല്ലാം പ്രചോദിപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ ലോകത്തെ അന്ധമായിട്ട് ഉപേക്ഷിക്കുകയല്ല. നമ്മൾ മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നത് മറ്റുള്ളവരോട് കൂടെയുള്ളൊരു ദ്രോഹമാണ്.
അപ്പോൾ മരുന്നുകൾ ഉപേക്ഷിക്കുന്നതല്ല വിശ്വാസം. രോഗാണുക്കളെ പ്രാർത്ഥിച്ചോടിക്കാമെന്ന് പറയുന്നത് അന്ധവിശ്വാസം. ലോകത്താകെ കൊറോണ ബാധിച്ചു, ദേവാലയങ്ങൾ അടച്ചിട്ടാണ്. അപ്പൊ ആളുകൾ തന്നെ ചോദിക്കുന്നില്ലേ, ഈ നിരീശ്വരവാദികളായ അന്ധവിശ്വാസികൾ അവരും ചോദിക്കും, നിങ്ങളുടെ ദൈവത്തിന് എന്താ ഓടിക്കാൻ പറ്റാഞ്ഞ? ഇതിനൊരു കാര്യമില്ല. നമ്മുടെ ജീവിതം ദൈവേഷ്ടപ്രകാരമായി മാറാൻ വേണ്ടിയുള്ളതാണ് വിശ്വാസം. അവൻ പറഞ്ഞ നന്മ പ്രവർത്തിച്ചുകൊണ്ട് അവനെ ഈ ലോകത്ത് സാക്ഷീകരിക്കും. അത് നമ്മുടെ ദൗത്യം. അല്ലാതെ എല്ലായിടത്തും കുരിശും കൊണ്ട് ചെന്ന് എല്ലാറ്റിനോട് ഓടാൻ പറയുക എന്നുള്ളതല്ല. ഇതൊരു അത്ഭുത പ്രവൃത്തിയല്ല, മാജിക് അല്ല വിശ്വാസം. അതറിയണം. അത് ഈ പറഞ്ഞ സുഹൃത്ത് എനിക്ക് അയച്ചെന്ന് വോയിസ് നോട്ടിൽ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്ത് വിശ്വാസമാണ്? ഇതൊരു വിശ്വാസമല്ല, ഇത് അന്ധവിശ്വാസമാണ്. ഏത് വിശ്വാസിയും ഏത് നിമിഷവും ചെന്ന് പതിക്കാനിടയുള്ള ഒരു ദൗർഭാഗ്യം കൂടിയാണ് ഈ അന്ധവിശ്വാസം. വിശ്വസിച്ച് വിശ്വാസത്തിന്റെ കൊടുമുടിയിലെന്ന് കരുതി കയറുന്നത് അന്ധവിശ്വാസത്തിന്റെ നെറുകയിലേക്കായിരിക്കും. അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് യുക്തിഭദ്രമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സഭ നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. ഈ പറഞ്ഞ പ്രാർത്ഥനകൾ ശരിയാണെങ്കിൽ കത്തോലിക്ക സഭ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേനെ. കാരണം അതുകൊണ്ട് ലോകം മുഴുവൻ രക്ഷപ്പെടുമല്ലോ. ഇപ്പൊ കടബാധ്യതകൾക്കെതിരെ ഒരു പ്രാർത്ഥന, ഈ പ്രാർത്ഥന ചെയ്താൽ കടബാധ്യതകൾ മാറുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു നുണയാണ് എന്നതിന് ഒന്നാമത്തെ കാരണം. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ കത്തോലിക്ക സഭ മാർപ്പാപ്പ മുഖേന അത് പ്രഖ്യാപിച്ചേനെ. ഈ പ്രാർത്ഥന എല്ലാവരും ചൊല്ലൂ, കടം മാറട്ടെ എന്ന് പറഞ്ഞു. സാധ്യമല്ല. കടമുണ്ടാകുന്നതിന് പലവിധ സാഹചര്യങ്ങളുണ്ട്. അത് പരിഹരിക്കാനായിട്ട് മാനുഷികതയിലാണ് നമുക്ക് കഴിയുക. ഭൗതികതയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് ആത്മീയ പരിഹാരമല്ല ഉണ്ടാക്കേണ്ടത്. ഭൗതികതയുടെ പ്രശ്നങ്ങളെ ആത്മീയമായി തിരിച്ചറിയുകയും ആ ആത്മീയതയിലുള്ള മാറ്റം മൂലം ഭൗതികതയിൽ രൂപാന്തരീകരണം വരുത്തുക. വിശ്വാസം എന്നെ ആദ്യം ശുദ്ധീകരിക്കുകയും എന്നിൽ ദൈവത്തെ സാക്ഷാത്കരിക്കുകയും അങ്ങനെ സാക്ഷാത്കരിക്കുന്ന ദൈവത്തെ ഞാൻ ലോകസമക്ഷം സാക്ഷീകരിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ക്രൈസ്തവ ദൗത്യം. അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് പലപ്പോഴും. അത് ബഹുമാനപ്പെട്ട വൈദികർക്കും അത് സംഭവിക്കാറുണ്ട്, വിശ്വാസികൾക്ക് ആകമാന്യം സംഭവിക്കാറുണ്ട്. അതൊരു പ്രലോഭനമായി വീഴ്ചയായും കണ്ടാൽ മതി. വാസ്തവത്തിൽ ആ വീഡിയോ ക്ലിപ്പ് ഒരു അബദ്ധമാണ് എന്ന കാര്യം പറയാതിരിക്കാൻ വയ്യ. ദൈവത്തെ അങ്ങനെ ഭൗതിക ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കുറുക്കു വഴിയാക്കി ചിന്തിക്കുന്നതും ഇത്തരം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നതും വിശ്വാസത്തെ ക്ഷയിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ചോദ്യങ്ങൾ ഇനിയുണ്ട്, എല്ലാറ്റിനും ഉത്തരം പറഞ്ഞ് തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അടുത്ത ഭാഗത്ത് നമുക്കത് കൂടുതൽ പരിശോധിക്കാം. സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉന്നയിക്കുന്നത് നല്ലതാണ്. വീഡിയോയ്ക്ക് കീഴെയായിട്ടും വാട്സപ്പിലും നിരവധി പേർ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നു. സംശയങ്ങൾ ചോദിക്കുക ഒരു നല്ല പ്രകൃതമാണ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാതെ പോകുമ്പോഴും സംശയങ്ങൾ ഉന്നയിക്കപ്പെടാതെ പോകുമ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വീണു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം തലയാട്ടി സ്വീകരിക്കുന്നതിൻ്റെ പേരല്ല വിശ്വാസം, അതൊരു അന്ധതയാണ്. വിശ്വാസം എപ്പോഴും ചോദ്യം ചെയ്യപ്പെടണം. ഇതെന്തുകൊണ്ട്, എന്താണ് ഇങ്ങനെ പറയുന്നതിന് അർത്ഥം എന്ന് ചോദിക്കണം. ചോദിക്കുമ്പോഴാണ് ഉത്തരം ലഭിക്കുക. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? കന്യക ഗർഭം ധരിക്കുന്നുള്ള കാര്യം ലോകചരിത്രത്തിലുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 26 മുതലുള്ള തിരുവചനങ്ങളിൽ മറിയത്തോട് മാലാഖ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ മറിയം ചോദ്യം ചോദിക്കും. മറിയത്തിന് വ്യക്തമായ ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മാലാഖ നൽകുന്നുണ്ട്. യെശയ്യാ 7:14 പറഞ്ഞു കൊടുക്കും. അങ്ങനെ യെശയ്യാ 7:14 കേൾക്കുമ്പോൾ മറിയത്തിന് കാര്യം ബോധ്യമാവും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന പ്രവചനം യെശയ്യായിൽ ഉണ്ട്, 7:14 എന്ന കാര്യം കേൾക്കുമ്പോൾ മറിയം സറണ്ടർ ചെയ്യും. എന്താ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകുന്നവനാണ്. നമ്മുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ചോദിക്കപ്പെടേണ്ടതാണ്. എവിടെ എന്ത് കേട്ടാലും കണ്ണടച്ച് കേൾക്കുക, വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പ്രകൃതമല്ല. അത് കേവലം തലയാട്ടൽ മാത്രമാണ്, ജീവിതബന്ധിയാകില്ല. ഇപ്പോൾ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നവരും എൻഗേജ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവരും യഥാർത്ഥത്തിൽ ഒരു എൻഗേജ്മെൻറ്റിലാണ്. ആ എൻഗേജ്മെൻറ്റ് അവരുടെ അകത്ത് ചോദ്യങ്ങൾ ഉയർത്തും, അവരെ അത് തിരുത്തും. ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ കുറെ കൂടി നമ്മളെ തന്നെ ആഴത്തി പരിശോധിക്കാൻ അതെന്നെയും പ്രേരിപ്പിക്കും. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ തേടുകയും ചെയ്യണം. വിശ്വാസത്തിൽ ഉറയ്ക്കണം. ചോദ്യം ചോദിക്കുന്നത് വിശ്വാസത്തെ തകർക്കില്ല. വിശ്വാസത്തിൻ്റെ മേഖല ഒരു അസ്പൃശ്യ മേഖലയാക്കി മാറ്റിവെക്കരുത്. വിശ്വാസം ലോകത്ത് ഇടപെടുന്ന ഒരു കാര്യമാണ്. ലോക ജീവിതത്തിനകത്ത്
നാം കാണുന്ന കാര്യങ്ങളെ വിശ്വാസത്തിന്റെ ദൃഷ്ടിയോടെ കാണാൻ ശ്രമിക്കുകയും നമ്മുടെ വിശ്വാസത്തെ തന്നെ നിരന്തരം പരിശോധിക്കുകയും നാം ചെയ്യണം. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് സത്യവിശ്വാസം കൂടുതൽ ദൃഢമാകുക, കൂടുതൽ ബോധ്യമുള്ളവരായിട്ട് നമ്മൾ മാറുക. അചഞ്ചലമായി ക്രിസ്തുവിൽ ആശ്രയിക്കാനും ക്രിസ്തുവിനെ പ്രതി ലോകത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാനും നമുക്ക് പ്രാപ്തി ഉണ്ടാകുക. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുക. നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.